Welcome to all. Today we are going to discuss about interest on capital. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന് നമ്മൾ എന്തെന്ന് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. ഈ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 2 മാർക്സിൻ്റെയൊക്കെ. നോക്കാം നമുക്കത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. Priya, a partner in a firm, has a capital balance of 80,000 on 1st April 2021. For capital opening balance 80,000. She introduced an additional capital of rupees 20,000 on 1st August 2021. Additional capital കൊണ്ടുവന്നു. Calculate interest on capital of Priya for the year ended 31st March 2022. Partnership deed provides 9% per annum interest on capital. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 9% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് 31st മാർച്ച് 2022 അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതി പ്രിയയ്ക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടേണ്ടത്. എത്രയാണ്, 80,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. 80,000 ഇൻറ്റു റേറ്റ് 9%, 9/100 ഇൻറ്റു എത്ര മാസമാണുള്ളത്, 1st ഏപ്രിൽ എന്ന് പറയുമ്പോൾ 31st മാർച്ച് വരെ 12 months ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1 കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാൽക്കുലേറ്റ് ചെയ്യാം. 7,200 നമുക്ക് ആൻസർ കിട്ടി. ദെൻ ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എന്നാണ് കൊണ്ടുവന്നത്, 20,000 കൊണ്ടുവന്നു. അപ്പോൾ 20,000 ഇൻറ്റു 9/100 ഇൻറ്റു എത്ര മാസമുണ്ട് എന്നാണ് ഇവർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, 1st August ആണ്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 months ആണുള്ളത്. ഇൻറ്റു 8/12 എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,200 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ നമുക്ക് 7,200 പ്ലസ് 1,200 that is 8,400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് നോക്കാം. ജീജ ആൻഡ് രേഖ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. Their capital balances as on 1st April 2020 were ജീജ 1,50,000 ആൻഡ് രേഖ 2 lakh. അത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓൺ 1st October 2020 ജീജ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് rupees 50,000. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 10% per annum assuming that they closes their books of account on 31st March every year. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് 31st മാർച്ചിലാണ്. ഇവിടെ നമുക്ക് 2 പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം.